അമ്മമ്മി മോളെ വന്ന് ഓനുമായിട്ട് അമ്മയ്ക്ക് ഒരു ഉപ്പാരി തരുമോ വായില്? ചിരിക്ക് ചിരിക്ക്, നീ ഇവിടെ ചിരിക്കല്ലേ, ദേഷ്യപ്പെടും. ശർക്കര ഉരുട്ടി എമ്മിയാണോ? ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഒരു സന്തോഷം ഒക്കെയുള്ള ഒരു ഓണം ആശംസകൾ നേരാനുള്ള ഒരു മൂഡിലല്ല ഈ പ്രാവശ്യത്തെ ഓണം. കാരണം വയനാട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഓണം അങ്ങനെ വലിയ ആഘോഷമാക്കാനായിട്ടൊന്നും പറ്റത്തില്ല. മനസ്സിലാവശ്യം എപ്പോഴും നമ്മുടെ നിലനിൽക്കുന്നതല്ലേ. പക്ഷേ കുഞ്ഞാവയുടെ 3ാമത്തെ ഓണമായിരുന്നു. അപ്പം കുഞ്ഞിനൊരു ഓണക്കോടി വാങ്ങിച്ചു. ജസ്റ്റ് കുഞ്ഞൊരു ഊഞ്ഞാൽ വീട്ടിലുണ്ടായിരുന്നു, അതിൽ ഒന്ന് ഇരുത്തി ഫോട്ടോയൊക്കെ എടുത്തു. അത്രയൊക്കെ ഉള്ളായിരുന്നു ഓണം. കുഞ്ഞിൻ്റെ പപ്പ ഇതിനെ കുഞ്ഞൊത്തിരി മിസ് ചെയ്യുന്നുള്ളതുകൊണ്ട് കുഞ്ഞിൻ്റെ പപ്പയ്ക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പം കുഞ്ഞിനെ ഒന്ന് ഒരുക്കി ഓണം ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തു. കുഞ്ഞിന് ഇലയിൽ ഇങ്ങനെ ഓണത്തിൻ്റെ ഊണൊന്നും അങ്ങനെ വിളമ്പി കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അവൾക്കൊന്ന് കൊടുക്കാമെന്ന് വെച്ചു. കുഞ്ഞാവയ്ക്ക് എരിയൊന്നും പറ്റത്തില്ല കേട്ടോ. കുഞ്ഞാവ ചിപ്സ് അപ്പോഴത്തേക്കും കണ്ടു, പിന്നെ ശർക്കര വരട്ടിയും കണ്ടു. അപ്പോൾ അത് മതിയെന്ന് ആളങ്ങ് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ചമ്പളം പൂട്ടിയിരിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പിന്നെ കുഞ്ഞിരുന്നു കുറേ നേരം കേട്ടോ, അതുപോലെ ഇരുന്നേ. ഞാനോർത്ത് അവൾ ഓടിപ്പോയിരിക്കുമെന്ന്. കുഞ്ഞിന് എല്ലാവർക്കും കറികളൊക്കെ ഇങ്ങനെ വിളമ്പുമ്പോൾ കുഞ്ഞിനും വേണമെന്ന് പറയും കുഞ്ഞ്. പിന്നെ ലൈവ് ഓഡിയോ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എല്ലാവരും സംസാരിക്കുന്നതും പിന്നെ ഓണത്തിൻ്റെ പാട്ടും ഒക്കെ ഇങ്ങനെ ടി വിയിലിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അതെല്ലാം കേൾക്കാം. അതുകൊണ്ടാണ് പിന്നെ റെക്കോർഡ് ചെയ്യുന്നത്. കുഞ്ഞ് കഷ്ടപ്പെടുക. കുഞ്ഞ് പിന്നെ കാലിൻ്റെ ഇടയിൽ ഉടുപ്പിങ്ങനെ തിരികെ കയറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കാൻ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ചിപ്സ് മതി. ആ ചിപ്സ് ഒരു കറിയായിട്ട് മിക്സ് ആയപ്പോഴത്തേക്കും, തോരനായിട്ട് മിക്സ് ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി. അതെല്ലാം മിക്സ് ആയത് ശരിയായില്ല. അപ്പോൾ വേറെ ചിപ്സ് വേറെ സൈഡിൽ തരാനൊക്കെ ചോദിക്കുന്നുണ്ട്. കുഞ്ഞിന് ചിപ്സ് മാത്രം മതി. കുഞ്ഞ് ചോറ് കഴിക്കാൻ പറഞ്ഞു. ഒത്തിരി നേരം കഴിഞ്ഞാൽ ചോറ് കഴിച്ചത്. ചിപ്സ് തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അവൾക്ക്. ഇതെല്ലാം അവൾ ആദ്യമായിട്ട് കാണുക. ചിപ്സും പിന്നെ ഓണം സദ്യയും ഒക്കെ ആദ്യമായിട്ട് ഇങ്ങനെ കാണുവാണേ. അപ്പോൾ അവൾക്ക് ഭയങ്കര എന്തോ ഒരു പുതിയ സംഭവം കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു സന്തോഷമൊക്കെ കുഞ്ഞാവയ്ക്ക് ഉണ്ടായിരുന്നേ. പിന്നെ നല്ല ചൂടൊക്കെ ആയിരുന്നു. അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് നേരമൊക്കെ നിന്നു, ഓടി കളിച്ചു, ഊഞ്ഞാലൊക്കെ ആടി. ഫോട്ടോ എടുക്കാനൊന്നും നിന്ന് തരത്തില്ല. അപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കാൻ കുറേ കഷ്ടപ്പെട്ടായിരുന്നു ഞാൻ. പിന്നെ അവസാനം ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ചിപ്സ് എന്നായാലും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ യെല്ലോ കളറും അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര ക്രിസ്പി, കറുമുറ ഇങ്ങനെ കടിച്ചു കഴിക്കാമല്ലോ. അവൾക്കത് ഇഷ്ടമായതുകൊണ്ട് ദാണ്ട് കണ്ടോ, ഒരു തോനെ ചിപ്സ് അവളുടെ സദ്യ വിളമ്പിയ കൂട്ടത്തിലുണ്ട്. പിന്നെ ശർക്കര വരട്ടിയാണ് നമ്മുടെ ഇഷ്ടമുള്ള വിഭവം. മധുരം ഉണ്ടല്ലോ, അതിങ്ങനെ നക്കി കഴിച്ചുകൊണ്ടിരുന്നു കുറച്ച് നേരം. ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് കഴിക്കാനായിട്ട്. ജ്യൂസ് കുടിക്കുന്ന പോലെ ഐസ്ക്രീം കഴിക്കുന്നതൊക്കെ എങ്ങനെ അതുപോലൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഗ്ലാസ്സിൽ വെള്ളം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം വിളമ്പി കുഞ്ഞാവയ്ക്കും സദ്യ അപ്പോൾ കൊടുത്തു. കഴിച്ചത് കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ പപ്പടവും നെയ്യും ചോറും ആണ് കുഞ്ഞ് കഴിച്ചത് കുറച്ച് കഴിഞ്ഞ്. പക്ഷേ എല്ലാവർക്കും വിളമ്പുമ്പോൾ കുഞ്ഞാവയും ചോദിച്ചിട്ട് വിളമ്പാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചിപ്സൊക്കെ ആയിട്ട് വെളിയിലിറങ്ങി. കണ്ടോ, ഇങ്ങനെ ഞാൻ ട്രിക്ക് യൂസ് ചെയ്തു. അപ്പം അവൾ അവിടെ ഫോട്ടോയ്ക്ക് വേണ്ടി നിന്ന് തന്നു. പിന്നെ 2-3 ഫോട്ടോയൊക്കെ എടുത്തു. എനിക്ക് വായിൽ വെച്ച് തരാൻ പറഞ്ഞു. ആ ഫോട്ടോസ് എടുത്തു. ഫോട്ടോസ് എല്ലാം ഞാൻ അവസാനം ഇടുന്നുണ്ട്. എല്ലാവർക്കും കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ചുമ്മാ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതുപോലത്തെ ചെറിയ ഷോർട്സ് റീൽസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ അവളെയും കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കാൻ നോക്കി. പിന്നെ അപ്പോഴത്തേക്കും മുല്ലപ്പൂവൊക്കെ വാടാറായിരുന്നു.
വാടി ചുമന്ന് അങ്ങനെയൊക്കെയായി ഉണ്ടോ നോക്കി. പിന്നെ ഇങ്ങനെ ആള് വലിയ കുഴപ്പമില്ലായിരുന്നു അന്ന്, പക്ഷെ ചൂട് നല്ലതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കോട്ടൺ ഉടുപ്പായിരുന്നു, അത് മെറ്റീരിയലായിരുന്നു. എന്നാലും ഓക്കെ, ബേബി ഓക്കെയാണ്, കുഴപ്പമില്ല. പിന്നെ കുറച്ച് നേരമൊക്കെ അല്ലേ കുഞ്ഞുങ്ങൾ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കത്തുള്ളൂ. പിന്നെ കൂടുതൽ അവളെയും ടയർഡ് ആക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പിന്നെ ഒത്തിരി ഒന്നും ഇത് ചെയ്യിപ്പിച്ചില്ല. കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. അപ്പോൾ ഓണത്തിന് അങ്ങനെ അത്രയും ഫോട്ടോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല ഇത്രയും നാളും. അപ്പോൾ കുഞ്ഞ് വലുതാകുമ്പോൾ നമ്മളോട് ചോദിക്കത്തില്ലേ, ആരും എന്താ ഫോട്ടോ എടുക്കാൻ എൻ്റെ എന്താ അങ്ങനെയൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ പിന്നെ അവൾക്ക് ആ ചോദ്യമൊന്നും വരല്ലേ ഫ്യൂച്ചറിൽ. അതുകൊണ്ട് എടുത്ത ഫോട്ടോസൊക്കെ ഈ ഓണം ഡ്രസ്സിലൊക്കെ. കുഞ്ഞിന് ആദ്യത്തെ ഓണം ഓർമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അപ്പ കൂടെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഓണത്തിനുണ്ടായിരുന്നു. മൂന്നാമത്തെ ഓണം ഇപ്പം ഞങ്ങൾ നാട്ടിൽ പോകുന്നുണ്ട്. കുഞ്ഞിൻ്റെ അപ്പ അവിടെ ഷാർജയിലാണ്. അപ്പം കുഞ്ഞും ഞാനും എല്ലാം ഒത്തിരി മിസ്സ് ചെയ്യുന്നുണ്ട്. ഓണത്തിന് ഫോട്ടോസൊന്നും എടുക്കാൻ ഇല്ല, സദ്യ കഴിക്കാനില്ലായിരുന്നു. ടോട്ടലി ഭയങ്കര ഒരു മിസ്സിങ്ങാണ്. പിന്നെ കുഞ്ഞിനെ കാണണമല്ലോ ഓണം ഡ്രസ്സിലൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങളൊരു ചെറിയ ഓണക്കോടി അവൾക്ക് വാങ്ങി. പിന്നെ ഇങ്ങനെ ഫോട്ടോയും വീഡിയോസും ഒക്കെ ഒന്നിച്ചിരിയൊക്കെ എടുത്തു. ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഓണം എന്നുള്ളൊരു ഇതിന് ഈ വേക്കില്ലായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആദ്യമൊക്കെ കുഞ്ഞ് ചിരിച്ചു. പിന്നെ കുഞ്ഞിൻ്റെ അമ്മ ഞാൻ തന്നെ ചിരിക്കേണ്ട വന്നു. അവൾ ഒത്തിരി നേരം ഒന്നും നിൽക്കത്തില്ല. വെയിലെല്ലാം അടിക്കുമ്പോഴത്തേക്കും അവളുടെ ദേഹമെല്ലാം എന്തോ കണ്ട ഫോട്ടോയിൽ തന്നെ കാണാം. അവൾക്ക് എന്തോ ഇങ്ങനെ എന്തോ ഒക്കെ ഇറിറ്റേഷൻസ് ആയിരുന്നു അവൾക്ക്. പിന്നെ ഇതൊക്കെ ആ ഫോട്ടോസ് കേട്ടോ. പിന്നെ കുഞ്ഞ് കണ്ടോ ചിപ്സൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. മുല്ലപ്പൂവൊക്കെ ഞാൻ മുടി കുറവാണ്, താഴെ വരെ ഒന്നും മുടിയൊന്നും ഇല്ലല്ലോ. അപ്പം അതൊക്കെ ഇങ്ങനെ ഒരു റൗണ്ടിലൊരു സ്ലൈഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിലൊക്കെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചു. പിന്നെ പാവം കുറച്ച് നേരമൊക്കെ കോപ്പറേറ്റ് ചെയ്ത് നിന്ന് കേട്ടോ, എല്ലാം ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും എല്ലാം. പിന്നെ ഇതാണ് ഫോട്ടോസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അത് കുഞ്ഞാവയ്ക്കൊരു സന്തോഷമാകും. പിന്നെ വേറെ എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവരും ഓണത്തിന് സദ്യയൊക്കെ കഴിച്ചോ കൂട്ടുകാരെല്ലാം? അപ്പം ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ആദ്യത്തെ ഓണം, ഇത് മൂന്നാമത്തെ ഓണം കുഞ്ഞാവയുടെ, ആദ്യത്തെ ഓണത്തിൻ്റെ അകത്ത് ഫോട്ടോസ് ചെയ്തൊക്കെ കേട്ടോ. അപ്പം ഫോട്ടോസും വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ബൈ, ടേക്ക് കെയർ.